പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. ഓൾ കേരള BSS പാരാമെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരണത്തിന് വടക്കാഞ്ചേരിയിൽ പ്രഥമ യോഗം ഞായറാഴ്ച നടന്നു. കേരളത്തിലെ പാരാമെഡിക്കൽ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൾ കേരള BSS പാരാമെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക യോഗം വടക്കാഞ്ചേരിയിൽ ചേർന്നു. ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ചായിരുന്നു യോഗം. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷമാണ് പുതിയ തൊഴിലാളി സംഘടനയുടെ രൂപീകരണത്തിനായുള്ള ആദ്യ ചർച്ചകൾ നടന്നത്. കാൻഫെഡ് ചെയർമാനും ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് കടമ്പാട്ട് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. BSS അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങി പാരാമെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഭാവിയിൽ സംഘടനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ശശികുമാർ കൊടക്കാടത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് മറ്റേ എന്തിനേക്കാളധികം സന്തോഷം, കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് മനോജിന് കൊടുത്തത്. മനോജ് അത് വളരെ കാലം അവിടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തിയിരുന്നു. ഞാൻ എവിടെ പോകുമ്പോഴും എനിക്കൊരു കാര്യം മനോജിന് പ്രത്യേകം പറയാനുള്ളത്, എവിടെ പോയാലും എൻ്റെ തറവാട് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുക, ആ നഴ്സിംഗ് സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ചിരുന്നു. കൊടക്കാടത്ത്, കാരണം ഒരു മുൻ മന്ത്രി കൊടക്കാടത്ത് ബാലകൃഷ്ണനൊക്കെ ജനിച്ചു വളർന്ന വീടാണത്. അങ്ങനെ കുറേ ആളുകൾ എൻ്റെ പൂർവികർ കുറേ പ്രഗത്ഭർ ജനിച്ചു വളർന്നതാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നോട്, ശശിയുടെ വീടെന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നല്ലേ, ഇപ്പോഴും നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കൂടി ആ വീടിന് നൽകാൻ ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചു. ശ്രീകൃഷ്ണ നഴ്സിംഗ് കോളേജിലെ ഏകദേശം 9,000-ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ വിദേശത്തും അന്യദേശത്തുമായി ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ഓർമ്മയ്ക്കായി ഓട്ടുപാറ ബൈപ്പാസ് റോഡിൽ ജനങ്ങൾക്ക് തണലേകുവാനും പക്ഷികൾക്ക് കൂടൊരുക്കുവാനുമായി ഒരു അത്തിമരത്തൈയും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൈമാറി. മാധ്യമപ്രവർത്തകരായ രാധാകൃഷ്ണൻ കൊരവൻകുഴി, വറീദ് ചിറ്റിലപ്പള്ളി, സുമേഷ് അരയംപറമ്പിൽ, സാമൂഹ്യ പ്രവർത്തകരായ ബിജു ചിറ്റിലപ്പള്ളി, ആൽവിൻ ആൻഡോ, ദിവ്യ മഞ്ജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCB ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.